The next topic is detection of planarity. Okay, so ഒരു പ്ലെനാർ ഗ്രാഫ് ഒരു ഗ്രാഫ് തന്നിട്ട് അത് പ്ലെനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എലമെൻ്ററി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so in order to check whether a given graph is planar or not, the following steps of elementary reduction can be used. തന്നിരിക്കുന്ന ഗ്രാഫ് പ്ലെനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എലമെൻ്ററി റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓരോ സ്റ്റെപ്പായിരിക്കും നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, so step 1. If the graph is disconnected, we need to check whether each component is planar. If all components are planar, then the disconnected graph is said to be planar. If the graph is a separable graph, we need to check whether each block is planar. If all blocks are planar, then the separable graph is planar. ഒന്നുമില്ല, നമുക്ക് തന്നേക്കുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ അതിൽ ഓരോ കമ്പോണൻസും എടുത്ത് പ്ലെനാർ ആണോ ചെക്ക് ചെയ്യാം. എല്ലാ കമ്പോണൻസും പ്ലെനാർ ആണെങ്കിൽ ഗ്രാഫ് ടോട്ടലി പ്ലെനാർ ആയിരിക്കും. നിങ്ങൾക്ക് തന്നേക്കുന്ന ഗ്രാഫ് ഒരു സെപ്പറബിൾ ഗ്രാഫ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫ് ആണെങ്കിൽ, എന്താ സെപ്പറബിൾ ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അപ്പോൾ ആണ് എങ്കിൽ ആ സെപ്പറബിൾ ഗ്രാഫിൽ ഓരോ ബ്ലോക്കും എടുത്ത് നിങ്ങൾ പ്ലെനാർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിലെല്ലാ ബ്ലോക്കും പ്ലെനാർ ആണെങ്കിൽ ഗ്രാഫ് ഫുള്ളായിട്ട് പ്ലെനാർ ആയിരിക്കും. ഓക്കെ, so now our graph G is equal to G1, G2, etc. Gk. For example, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് കുറേ കമ്പോണൻസ് G1, G2, etc. Gk എന്ന് കാണും. Whether each Gi is a non-separable block, test each Gi for planarity. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ പല ബ്ലോക്ക് കാണും, G1, G2, G3, Gk എന്ന്. ഓരോ ബ്ലോക്കും എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഓരോ കമ്പോണൻറ്റും എടുത്ത് വെച്ച് പ്ലെനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പം ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അല്ലെങ്കിൽ സെപ്പറബിൾ ആണെങ്കിൽ. അല്ല എങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം, നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് ചെല്ലാം. സെക്കൻഡ് സ്റ്റെപ്പ്, റിമൂവ് ഓൾ സെൽഫ് ലൂപ്പ് ആസ് സെൽഫ് ലൂപ്പ് ഡസ് നോട്ട് എഫക്ട് പ്ലെനാരിറ്റി. ഞാൻ പറഞ്ഞു ഒരു പ്ലെനാർ ഗ്രാഫിനെ സംബന്ധിച്ച് നമുക്ക് മെയിനായിട്ട് അറിയേണ്ട കാര്യമാണ് റീജിയൻസ് അല്ലേ. അപ്പോൾ റീജിയൻസിനകത്ത് സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസിനും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാര്യം എന്താ, സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫിലെ റീജിയൻസ് കൂടും. സോ നമുക്ക് തന്നേക്കുന്ന ഗ്രാഫിൽ എന്തെങ്കിലും സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതങ്ങ് റിമൂവ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഗ്രാഫിൽ ഏതെങ്കിലും പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡോ സെപ്പറബിളോ ആണെങ്കിൽ ഓരോ ബ്ലോക്കിനകത്തും പ്ലെനാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ്, പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. നാലാമത്തെ സ്റ്റെപ്പ്, മേർജ് എഡ്ജസ് ഇൻ സീരീസ് ബൈ ഇഗ്നോറിങ് ദെയർ കോമൺ വേർട്ടെക്സ്. സീരീസിലായിട്ട് എഡ്ജസ് വരുന്നുണ്ടെങ്കിൽ അതിനെ മേർജ് ചെയ്യുക. എന്താ സീരീസ് എഡ്ജസ് എന്ന് വെച്ചാൽ, വേർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആയിട്ട് വരുന്ന എഡ്ജസ് അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എന്താണ്. അല്ലെങ്കിൽ ഇതൊക്കെ സീരീസ് എഡ്ജസാണ്. കാര്യം അതിൻ്റെ ഒരു കോമൺ വേർട്ടെക്സ് കാണും, അതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ സീരീസ് ആയിട്ട് വരുന്ന എഡ്ജസ് ഉണ്ടെങ്കിൽ അതിനെ മേർജ് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് സ്റ്റെപ്പ് 3 and 4 റിപ്പീറ്റഡ്ലി അണ്ടിൽ നോ മോർ എഡ്ജസ് ക്യാൻ ബി ഡിലീറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ 3 and 4 സ്റ്റെപ്പ്, അതായത് 3 and 4 ഏതൊക്കെയാണ്, ഈ പാരലൽ എഡ്ജസും സെൽഫ് ലൂപ്പും അതുപോലെ തന്നെ സീരീസിൽ വരുന്ന എഡ്ജസും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അണ്ടിൽ ഈ എല്ലാ സെൽഫ് ലൂപ്പും എല്ലാ പാരലൽ എഡ്ജസും എല്ലാ സീരീസിൽ വരുന്ന എഡ്ജസും മെർജ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയും ഈ പ്രോസസ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് തന്നിരുന്ന ഗ്രാഫിൽ 2 സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ ആ 2 സെൽഫ് ലൂപ്പും റിമൂവ് ചെയ്യുന്നവരെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഗ്രാഫിൽ 3 പാരലൽ എഡ്ജസ് ഉണ്ട്, 3 പാരലൽ എഡ്ജസ് റിമൂവ് ചെയ്യുന്നവരെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് 2 എഡ്ജസ് ഇൻ സീരീസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ 2 വട്ടവും ആ പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവരെയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നൗ ദ റിസൾട്ടിങ് ഗ്രാഫ് മേ കണ്ടേ. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കിട്ടും. ഒന്നീ ആ ഗ്രാഫിനകത്തൊരു സിംഗിൾ എഡ്ജേ കാണത്തുള്ളൂ. ഈ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നീ നിങ്ങളുടെ കൈ കിട്ടുന്ന ഗ്രാഫിൽ ഒരു സിംഗിൾ എഡ്ജേ കാണും, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വേർട്ടെക്സ് ആയിരിക്കും. അല്ല എങ്കിൽ എ നോൺ സെപ്പറബിൾ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് E ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. ഇതൊക്കെ പഠിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് 3 കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ഗ്രാഫ് ആവാനാണ് സാധ്യത. ഒന്നീ ഒരു സിംഗിൾ എഡ്ജ് കിട്ടും, അല്ല എങ്കിൽ ഈ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വേർട്ടെക്സ് കിട്ടും, അല്ല എങ്കിൽ എ നോൺ സെപ്പറബിൾ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ്
ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. അതായത് 5 വെർട്ടെക്സിൽ കൂടുതലുള്ള ഒരു ഗ്രാഫും അതുപോലെ തന്നെ 7 എഡ്ജസിൽ കൂടുതലുള്ള ഒരു ഗ്രാഫും, ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു ഗ്രാഫായിരിക്കും ഒന്നീ കിട്ടുന്നത്. അല്ലെങ്കിൽ 4 വെർട്ടെക്സ് ഉള്ളൊരു കംപ്ലീറ്റ് ഗ്രാഫായിരിക്കും കിട്ടുന്നത്. അല്ല എങ്കിൽ ഒരു സിംഗിൾ എഡ്ജ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്നത് 1 and 2 ആണെങ്കിൽ, അതായത് സിംഗിൾ എഡ്ജോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സോ ആണെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഉറപ്പായിട്ടും നിങ്ങളുടെ ഗ്രാഫ് പ്ലെനാർ ആയിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ എഡ്ജ് ആണെങ്കിൽ അത് പ്ലെനാർ, അവിടെ എംബഡിങ്സ് ക്രോസിങ്സ് ഒന്നും വരുന്നില്ല. കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സ് ആണെങ്കിൽ നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കത് പ്ലെനാറായിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിംഗിൾ എഡ്ജോ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സോ ആണെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷന് പോകണ്ട, നിങ്ങളുടെ ഗ്രാഫ് പ്ലെനാർ ആയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്നത് മൂന്നാമത്തെ ഗ്രാഫ് ആണെങ്കിൽ, അതായത് എ നോൺ സെപ്പറബിൾ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ് എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. ചെക്ക് വെദർ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ഫോർ ദ റിസൾട്ടൻറ്റ് ഗ്രാഫ്. നിങ്ങൾക്ക് കിട്ടിയൊരു ഗ്രാഫ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പം ചെയ്ത് കിട്ടിയൊരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫിനകത്തോട്ട് 3n - 6 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഗ്രാഫുണ്ട്, അതിനകത്ത് ഇ ഉണ്ട്, 3n - 6 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് ട്രൂ ആയിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് എന്തായിരിക്കും? പ്ലെനാർ ആയിരിക്കും. ഇല്ല, കിട്ടത്തില്ല എങ്കിൽ എന്ത് ചെയ്യും? ആ ഗ്രാഫ് പ്ലെനാർ ആണെന്നും പറയാൻ പറ്റില്ല, പ്ലെനാർ അല്ലെന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ഒരു ചെക്കിങ്ങിലോട്ട് പോകണം, ഒരു ചെക്കിംഗ് പ്രോസസ്സിലോട്ട് പോകണം. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയേക്കുന്ന ഗ്രാഫ് കുരാട്ടോസ്കി ഗ്രാഫിൽ ഏതെങ്കിലും ആണോ ചെക്ക് ചെയ്യണം. അതായത് ഏതാണ്? കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 5 വെർട്ടെക്സോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ K33 6 വെർട്ടെക്സ് ഉള്ള 9 എഡ്ജസ് ഉള്ള കുരാട്ടോസ്കിയുടെ സെക്കൻഡ് ബൈപാർട്ടൈഡ് ഗ്രാഫ് ആണോ ചെക്ക് ചെയ്യണം. അതാണ്, അല്ലെങ്കിൽ അതിന് ഐസോമോർഫിക്കായിട്ട് വരുന്ന ഏതെങ്കിലും ഗ്രാഫാണ് എങ്കിൽ ഉറപ്പായിട്ടും നോൺ പ്ലെനാർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, ആദ്യം നിങ്ങൾ ഒരു ഗ്രാഫ് എടുക്കുക. ആ ഗ്രാഫിനകത്ത് ഡിസ്കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ നോൺ സെപ്പറബിൾ ആണോ എങ്കിൽ ഓരോ കമ്പോണൻറ്റിനകത്ത് ഇത് കണ്ടുപിടിക്കണം. എല്ലാ കമ്പോണൻറ്റും പ്ലെനാറായി വന്നാൽ മാത്രമേ ആ ഗ്രാഫ് ഒരുമിച്ച് നമുക്ക് പ്ലെനാറാണെന്ന് പറയാൻ പറ്റൂ. സെക്കൻഡ് സ്റ്റെപ്പും ഒരൊറ്റ ഗ്രാഫാണ് തരുന്നതെങ്കിൽ അതിലാദ്യം സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും സീരീസിൽ വരുന്ന എഡ്ജസും എല്ലാം മെർജ് ചെയ്ത് ആ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. സോ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് 3 ഗ്രാഫ് കിട്ടാനാണ് ചാൻസ്. ഒന്നി ഒരു സിംഗിൾ എഡ്ജുള്ള ഗ്രാഫ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സ്, അല്ല എങ്കിൽ എ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7. ആദ്യ 2 എണ്ണമാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഗ്രാഫ് പ്ലെനാർ ആയിരിക്കും, ഫർദർ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെ ഗ്രാഫാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആണോ എന്ന് നോക്കാം. ആണ് എങ്കിൽ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങളുടെ ഗ്രാഫ് പ്ലെനാർ. ഇല്ല എങ്കിൽ ആണെന്നും അല്ലെന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുരാട്ടോസ്കി ഗ്രാഫ് ഏതെങ്കിലും ആണോ നമുക്ക് കിട്ടിയേക്കെന്ന് നോക്കണം. ഈ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 ആൻഡ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്നുള്ള കണ്ടീഷനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന കുരാട്ടോസ്കിയിൽ ഏതെങ്കിലും ഒരു ഗ്രാഫോ അല്ലെങ്കിൽ അതിന് ഐസോമോർഫിക്കായിട്ട് വരുന്ന ഏതെങ്കിലും ഗ്രാഫാണോ കിട്ടിയെന്ന് നോക്കണം. ആണ് എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം അത് പ്ലെനാർ അല്ല എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു പ്രോബ്ലം വെച്ച് നോക്കാം. സോ ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ അറിയാം എത്ര വേർട്ടെക്സ് ഉണ്ട്? A B C D E. കണ്ടോ? A B C D E. എത്ര എഡ്ജസ് ഉണ്ട്? E1 E2 E3 E4 E5 E6 E7 E8 E9 E10. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് ഡിസ്കണക്റ്റഡോ അല്ലെങ്കിൽ സെപ്പറബിളോ ആണോ നോക്കാം. ആണോ? അല്ല, ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സെൽഫ് ലൂപ്പ് കളയണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ റിമൂവ് ദ സെൽഫ് ലൂപ്പ്. നമ്മളിത് സെൽഫ് ലൂപ്പ് എടുത്ത് കളഞ്ഞു. ഈ സെൽഫ് ലൂപ്പ് ഇവിടെ വന്നപ്പോൾ എടുത്ത് കളഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞേ. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു? പാരലൽ എഡ്ജസ് എടുത്ത് കളയാനായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടുത്തെ പാരലൽ എഡ്ജസ് ഏതൊക്കെയായിരുന്നു? വേണ്ടേ, ഇതുമാണ് പാരലൽ എഡ്ജസ്. കണ്ടോ? ഇതിങ്ങനെ വരുന്നില്ലേ പാരലൽ എഡ്ജസ്? സെയിം വേർട്ടെക്സിന് ഒന്നിലധികം എഡ്ജസ്. സോ ഇതായിരുന്നു നമ്മുടെ ഇവിടുത്തെ പാരലൽ എഡ്ജ്. നമ്മൾ അതും അടുത്തതിനകത്ത് എടുത്ത് കളഞ്ഞു. കണ്ടോ?
അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ പ്രോസസ്സ് എന്തായിരുന്നു? സീരീസിൽ വരുന്ന എഡ്ജസ് മെർജ് ചെയ്യണം. നിങ്ങൾ നോക്കി അറിയാം, ഇവിടെ സീരീസിൽ വരുന്ന എഡ്ജസ് ഇല്ല. കാര്യം എന്താ? എഡ്ജസ് ഇൻ സീരീസ് മീൻസ് ആ എഡ്ജസിൻ്റെ വേർട്ടെക്സ് കോമൺ ആയിട്ട് വരുന്ന ആ വേർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആയിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് 2 എന്ന് പറയുന്ന ഡിഗ്രി കിട്ടുന്ന ഒരൊറ്റ വേർട്ടെക്സ് ഇല്ല. എല്ലാത്തിനും ഇപ്പോൾ എയുടെ ആണെങ്കിൽ തന്നെ 4, ബിയുടേതാണെങ്കിൽ തന്നെ 4, സിയുടേത് 3, ഡിയുടേത് 3, 1 2 3 4, ഈയുടേതും എല്ലാം കൂടുതലാണ് അല്ലേ. അപ്പം അങ്ങനെ എഡ്ജസ് ഇൻ സീരീസ് ഇവിടെ വരാത്തതുകൊണ്ട് മൂന്നാമത്തെ പ്രോസസ്സ് നമുക്ക് വേണ്ട. അപ്പോൾ സോ ഫസ്റ്റ് സെൽഫ് ലൂപ്പ് മാറ്റി, കണ്ടോ ഈ സെൽഫ് ലൂപ്പ് മാറ്റി, രണ്ടാമത്തിൽ പാരലൽ എഡ്ജസ് മാറ്റി. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ഗ്രാഫ് നോക്കുക. നമ്മൾ ഫുൾ സെൽഫ് ലൂപ്പും ഫുൾ പാരലൽ എഡ്ജസും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് നോക്കുക. നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സിംഗിൾ എഡ്ജ് ആണെങ്കിൽ ആണോ അല്ല, നമുക്കിവിടെ ഇഷ്ടം പോലെ എഡ്ജസ് ഉണ്ട്. ഓക്കെ, അടുത്ത എന്താ? കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സ്. ഇവിടെ 4 വെർട്ടെക്സ് ആണോ? അല്ല, ഇവിടെ 5 വെർട്ടെക്സ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും അല്ല. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? എ നോൺ സെപ്പറബിൾ ഗ്രാഫ് വിത്ത് n greater than or equal to 5, e greater than or equal to 7. മൂന്നാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 5 വെർട്ടെക്സിൽ കൂടുതൽ, 5 വെർട്ടെക്സ് ഉണ്ട് ഇവിടെ. 7 എഡ്ജസിൽ കൂടുതൽ, ഇവിടെ 7 എഡ്ജസിൽ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനാണ് കിട്ടുന്നത്. സോ മൂന്നാമത്തെ കണ്ടീഷനാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫർദർ ക്ലാരിഫിക്കേഷന് പോകണം. ഫർദർ ക്ലാരിഫിക്കേഷൻ എന്തായിരുന്നു? സ്റ്റെപ്പ് 8. സ്റ്റെപ്പ് 8ൽ എന്തായിരുന്നു പറയുന്നത്? നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇഫ് നോട്ട് സാറ്റിസ്ഫൈ 1 and 2, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അവിടെ എന്തായിരുന്നു പറഞ്ഞത്? ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആണോ നോക്കണം. ഇവിടെ എഡ്ജസിൻ്റെ വാല്യൂ 8 അല്ല 9. ആ പടം നോക്കിയാൽ അറിയാം 9 എഡ്ജസ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻറ്റു എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 5 - 6 15 - 6 9. അപ്പം 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ഈ ഗ്രാഫ് പ്ലനാറാണ്. അഥവാ ഇത് സാറ്റിസ്ഫൈ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 സാറ്റിസ്ഫൈ ചെയ്തില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഇത് കുറാട്ടോസ്കിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാനെ. നിങ്ങൾ ഏതെങ്കിലും കുറാട്ടോസ്കിയിൽ 2 ഗ്രാഫ് ഓടിച്ചു, അതിലേതെങ്കിലും ആണോ നോക്കിയാൽ. മിക്കവാറും ഇതും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. അപ്പോൾ പറയും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറാട്ടോസ്കിയിലെ ഇന്ന ഗ്രാഫ് നോൺ പ്ലാനാർ ആണെന്ന്, സോ ഇതും നോൺ പ്ലാനാർ ആണെന്ന്. പക്ഷെ നമ്മുടെ കേസിൽ ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഗ്രാഫ് പ്ലനാർ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജസ്റ്റ് ഒന്നുമില്ല, സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും റിമൂവ് ചെയ്യുക, സീരീസിൽ വരുന്ന എഡ്ജസിനെ മെർജ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ഗ്രാഫ് ഒന്നീ സിംഗിൾ എഡ്ജോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സോ അല്ലെങ്കിൽ n greater than or equal to -5 അതുപോലെ തന്നെ ഈ ഗ്രേറ്റർ ഈക്വൽ ടു 7 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആണ് എങ്കിൽ ആ മൂന്നാമത്തെ കണ്ടീഷനാണ് എങ്കിൽ മാത്രം ഫർദർ ക്ലാരിഫിക്കേഷൻ. ഫസ്റ്റ് 2 ഇതാണ് കിട്ടുന്നതെങ്കിൽ, അതായത് സിംഗിൾ എഡ്ജോ കംപ്ലീറ്റ് ഗ്രാഫ് വിത്ത് 4 വെർട്ടെക്സോ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഗ്രാഫ് പ്ലനാർ ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷനായ n greater than or equal to 5 e greater than or equal to 7 ആണെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷനായ സ്റ്റെപ്പ് 8ലോട്ട് പോവുക. അപ്പോൾ ജസ്റ്റ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആണ് എങ്കിൽ പ്ലനാർ, അല്ല എങ്കിൽ ആണെന്നും അല്ലെന്നും പറയാൻ പറ്റില്ല. കുറാട്ടോസ്കിയുടെ ഗ്രാഫുമായിട്ട് സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ട് എങ്കിൽ നോൺ പ്ലാനാർ, അല്ലെങ്കിൽ പ്ലാനാർ. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫ് നമ്മളിപ്പോൾ പഠിച്ച ഈ എലമെൻ്ററി റിഡക്ഷൻ വെച്ചിട്ട് ഈ ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ആണ് ഹോമിയോമോർഫിക് ഗ്രാഫ്. Two graphs are said to be homomorphic if one can be obtained from the other by creating edges in series or by merging edges in series. ഒന്നുമില്ല, എളുപ്പമാണ്. നിങ്ങളുടെ ഗ്രാഫ് ഇതാണ്. ഓക്കെ, 1 2 3 4 5. ഇതിന് ഹോമിയോമോർഫിക് ആയിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഒന്നീ നിങ്ങൾ എന്ത് ചെയ്യണം? സീരീസിൽ വരുന്ന എഡ്ജസിനെ മേർജ് ചെയ്യണം. നിങ്ങളിവിടെ നോക്കിയാൽ സീരീസിൽ വരുന്ന ഏതെങ്കിലും എഡ്ജ് ഉണ്ടോ? ഇവിടുത്തെ ഈ എഡ്ജസിൻ്റെ എല്ലാം ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. ഇവിടെ 1 2 ആണ്, 3 ആണ്. ഇവിടെ 1 2 3 ആണ്, ഇവിടെ 1 2 3 ആണ്, ഇവിടെ 1 2 2 ആണ് അല്ലേ. അപ്പം ഒന്നീ ഹോമോമോർഫിക് ഗ്രാഫ് കിട്ടണമെങ്കിൽ എന്ത് വരണം? സീരീസിൽ വരുന്ന എഡ്ജസിനെ മേർജ് ചെയ്യണം. സോ നമുക്കിതിനെ ഇങ്ങനെ അങ്ങ് മേർജ് ചെയ്യാം. കണ്ടോ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ പടത്തിൻ്റെ ഒരു ഹോമിയോമോർഫിക് ഗ്രാഫാണിത്. എന്താ ഇവിടെ ചെയ്തത്? ഇത്
എന്താ ഇവിടെ ചെയ്തേക്കുന്നത്? ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ ആക്കി. കാര്യം ഇത് സീരീസിൽ വരുന്ന എഡ്ജസ് ആണ്, അതിനെ ഒരുമിച്ചാക്കി. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പം ഒരു ഗ്രാഫിൽ നിന്ന് അതിൻ്റെ ഹോമോമോർഫിക് ഗ്രാഫ് കിട്ടണമെങ്കിൽ ഒന്നി എന്ത് ചെയ്താൽ മതി? സീരീസിൽ വരുന്ന എഡ്ജസ് ആ ഗ്രാഫിലുണ്ടെങ്കിൽ അതങ്ങ് ജസ്റ്റ് മേർജ് ചെയ്താൽ മതി. നമ്മുടെ ഗ്രാഫ് ഇതേ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എഡ്ജസ് ഇൻ സീരീസ് ആണ്, കാര്യം ഇതിൻ്റെ വേർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് ആക്കി. കണ്ടോ? അപ്പോൾ നമുക്കൊരു ഹോമിയോമോർഫിക് ഗ്രാഫ് കിട്ടി. രണ്ടാമത് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കുള്ള ഒരു ഗ്രാഫുണ്ട്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അതിനകത്തോട്ട് ജസ്റ്റ് വേർട്ടെക്സ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്ട്രാ എഡ്ജസ് ആവും. അങ്ങനെയും ചെയ്യാം. ഇതാണ്ട് നിങ്ങൾ ആ മൂന്നാമത്തെ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേണ്ടേ, ഇതിൻ്റെ അടുത്തൊരു ഹോമോമോർഫിക് ഗ്രാഫാണ് ഈ വരച്ചേക്കുന്നത്. ഈ സെയിം പടം തന്നെയാണ് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ? 2 വേർട്ടെക്സ് ആഡ് ചെയ്ത് എക്സ്ട്രാ എഡ്ജസ് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ? ഒന്നി എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ബൈ ക്രിയേറ്റിംഗ് എഡ്ജസ് ഇൻ സീരീസ്. സീരീസ് ആയിട്ട് തന്നെ എഡ്ജസ് ക്രിയേറ്റ് ചെയ്യണം. സീരീസ് ആയിട്ട് എഡ്ജസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇടയ്ക്ക് വേർട്ടെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സീരീസിൽ വരുന്ന എഡ്ജസിനെ മേർജ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ 2 പോയിന്റ് ഓർത്തിരുന്നാൽ മതി. 2 ഗ്രാഫ് ആർ സെറ്റ് ടു ബി ഹോമോമോർഫിക് ഇഫ് വൺ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ അതർ. 2 ഗ്രാഫ് ഹോമോമോർഫിക് ആവണമെങ്കിൽ ഒന്ന് അടുത്തതിൽ നിന്ന് കിട്ടണം. എങ്ങനെയൊക്കെയാണ്? സീരീസിലുള്ള എഡ്ജസ് മേർജ് ചെയ്തിട്ടോ അല്ല എങ്കിൽ എക്സ്ട്രാ എഡ്ജസ് ആഡ് ചെയ്തിട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നി സീരീസിലുള്ള എഡ്ജസിനെ മെർജ് ചെയ്തിട്ട്, അതാണ് ഇവിടെ മെർജിങ്. ഈ പ്രോസസ്സാണ് ഇവിടെ നടന്നത്. ക്രിയേറ്റിംഗ് എഡ്ജസ് ഇൻ സീരീസ് ആണ് ഇത് ഇവിടെ നടന്നത്. കണ്ടോ? 3 ഇവിടെ 1 2 3 കണ്ടോ? ഇവിടെ ഒറ്റ എഡ്ജായിട്ടിരുന്നതിനകത്ത് നമ്മൾ 1 2 3 എഡ്ജാക്കി മാറ്റി. അപ്പോൾ ഒന്നി എഡ്ജസ് ക്രിയേറ്റ് ചെയ്തോണ്ട്, എഡ്ജസ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അതിൻ്റെ ഇടയ്ക്ക് വേർട്ടെക്സ് ഇട്ട് കൊടുക്കാമെന്നാണ്. 2 വെർട്ടെക്സ് ഇട്ടാലല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജ് കിട്ടത്തുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം എഡ്ജസ് ആഡ് ചെയ്തുകൊണ്ടോ അല്ല എങ്കിൽ സീരീസിലുള്ള എഡ്ജസ് മേർജ് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഹോമോമോർഫിക് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.